and gentlemen, the performance of a Sufi ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും പാത്തൂസ് കറികളിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചായി വീഡിയോസും അതേപോലെ തന്നെ വ്ളോഗൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ദുബായിൽ ജദ്ദാഫിലുള്ള ക്രൂയിസിലോട്ടാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ ചെറിയൊരു നൈറ്റ് ഡിന്നർ പരിപാടിയുണ്ട്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളും അതേപോലെ തന്നെ നൈറ്റിലുള്ള ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. പിന്നെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോകുന്നത്, ഇക്കടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോൾ തന്നെ വൈകിട്ട് ഒരു 6:30 ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ലിഫ്റ്റിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ലിഫ്റ്റ് കയറണം. നമുക്ക് ലിഫ്റ്റില്ലെങ്കിലും അവിടെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലിഫ്റ്റിലൊക്കെ കയറി ക്രൂയിസിലോട്ട് പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇക്കടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവർ ആദ്യമേ തന്നെ നമ്മൾ എത്തുന്ന മുന്നേ തന്നെ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി ക്രൂയിസിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. ലിഫ്റ്റൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്കിത് കുറച്ചും കൂടി നടക്കാണ്ട് കേട്ടോ ക്രൂയിസിലോട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഹോട്ടൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ ഇതാ നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ക്രൂയിസൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതിലും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ നടന്ന് അവസാനം നമ്മൾ ക്രൂയിസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പേര് ജബീൽ ക്രൂയിസ് എന്നാണ്. ഈ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ല ഹൗസ് ബോട്ട്, അതാണ് കേട്ടോ ഈ സംഭവം. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് ഉള്ള പോലെ തന്നെയാണ് ഈ ഒരു ബോട്ട് ഉള്ളത്. 2 നിലയായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഹൗസ് ബോട്ട് ഉണ്ടാവുക. അതുപോലെ ഒന്ന് താഴെയും പിന്നെ മുകളിലായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി വെക്കാം. ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ താഴ്ഭാഗം ഈ രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. മുകളിലോട്ട് പോകാനായിട്ട് ഇതേപോലെ 2 സൈഡിലായിട്ടും ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് പോവാം. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ നിലയിലാണ് കേട്ടോ. മുകളിൽ നല്ല ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നമ്മളിവിടെ ഓൺലൈൻ വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് 65 ദിർഹമാണ് കേട്ടോ. 65 ദിർഹം എന്ന് പറയുമ്പോൾ അതിൽ കൂടെ നമുക്ക് ഫുഡും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 65 ദിർഹം. പിന്നെ നമുക്കിവിടെ ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് സ്റ്റാറിലത്തെ ഫുഡായിരുന്നു. പിന്നെ ഇവിടെ പല സമയങ്ങളിലായിട്ടാണ് റൈഡ് ഉള്ളത്. ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് 7 to 9 ആണ് കേട്ടോ. 2 മണിക്കൂറാണ് നമുക്കിവിടെ ടൈം ഉള്ളത്. നമ്മൾ ക്രൂയിസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഫാമിലീസെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയി. നമ്മൾ ഈ മുകളിലത്തെ നിലയിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അധികം ഫാമിലീസുകളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കുറേ ബർത്ത്ഡേ പാർട്ടി അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ക്രൂയിസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ക്രൂയിസ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതും അത്യാവശ്യം ആൾക്കാരൊക്കെ മുകളിലും താഴത്തൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ട് നന്നായിട്ട് ലൈറ്റ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ബോട്ട് കറക്റ്റ് സമയത്ത് തന്നെ 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായി ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് ഞാനിതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്രകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇരിക്കുകയാണ്. പുറത്തത്തെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. മാത്രമല്ല ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടി നമുക്ക് നല്ലൊരു രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു.
ഇവിടുത്തെ ഈ ഒരു നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ചുറ്റുഭാഗം കുറേ ബിൽഡിങ്സും അതേപോലെ തന്നെ ആ ലൈറ്റൊക്കെ അലങ്കരിച്ചത് കാണാനായിട്ട് സൂപ്പറായിരുന്നു. ഞങ്ങൾ ശരിക്കും ഈ ഒരു യാത്ര എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളെ വക ഫോട്ടോഗ്രാഫറെ വക ചെറിയൊരു ഫോട്ടോസും അതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മെയിൻ താരമായിട്ടുള്ള ഫുഡ് നമുക്കവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതേപോലെ പത്തൽ, പൊറോട്ട, സലാഡ്, ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, സ്വീറ്റ്സ്. ഫുഡ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഒട്ടും സമയമൊന്നും കളഞ്ഞില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ റെസ്റ്റോറൻറ്റ് കോഴിക്കോട് റെസ്റ്റോറൻറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല, സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളും കണ്ട് അതേപോലെ തന്നെ ഭക്ഷണവും കഴിച്ച് സംസാരിച്ച് അങ്ങനെ കുറച്ച് സമയം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ക്രൂസിലുള്ള മറ്റ് ഫാമിലീസിനുള്ള ഫുഡാണ് കേട്ടോ, ഇൻ്റർനാഷണൽ ഫുഡാണ്. ഇതിന് വരുന്നത് ഏകദേശം ഒരു 30 ദിർഹമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൽ നഗറ്റ്സ്, നൂഡിൽസ്, അതേപോലെ തന്നെ കബാബ്, സലാഡ്, ബട്ടൂറ, ഫ്രൈഡ് റൈസ്, പൊറോട്ട, അങ്ങനത്തെ കുറേ ഐറ്റംസുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി എന്താ പറയുക കോഴിക്കോട് സ്റ്റാറത്തെ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ നഗറ്റ്സും കബാബൊക്കെ കണ്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഫുഡ് കഴിക്കലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കാണുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ക്രൂസിലെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ഈജിപ്ഷ്യനിലെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഡാൻസ് പ്രോഗ്രാമാണ്, തനോര ഡാൻസ് എന്നുണ്ടോ ഇതിനെ പറയാം. അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രൂസിലോട്ട് അവർ വരും, എന്നിട്ട് ഇതേപോലെ ഡാൻസും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും കേട്ടോ.
അതുപോലെ തന്നെ മറ്റൊരു ഷോ ആണ് ഈ ഒരു കുതിരക്കളി. രണ്ട് ആൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കുതിരക്കളി കളിക്കുന്നത്. ഈ കുതിര പോയിട്ട് എല്ലാവരും പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഫണ്ണി ആയിട്ടുള്ള കളിയാണ് കേട്ടോ കുതിരക്കളി. കുട്ടികളും അതേപോലെ തന്നെ വലിയവരൊക്കെ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്തു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് അവരെ ഈ ഒരു കളിയും ചിരിയൊക്കെ കാണുമ്പോൾ അവർ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ തന്നെ നമ്മൾ 2 മണിക്കൂർ ക്രൂസിലൊക്കെ കയറി ചിലവഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി, സമയം പോയതേ അറിഞ്ഞില്ല. അതേപോലെ തന്നെ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവരുടേതായിട്ടുള്ള ഫണ്ണി കുതിര ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈജിപ്ഷ്യൻ ഡാൻസ്, അത് പറയാതിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു, വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.